റാപ്പർ വേടനോടുള്ള മൂൺവാക്ക് ചിത്രത്തിലെ അണിയറ പ്രവർത്തകന്റെ കുറിപ്പാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. AK വിനോദ് സംവിധാനം ചെയ്ത മൂൺവാക്ക് മാജിക് ഫ്രെയിംസ്, ആമീൻ മൂവീസ്, മൊണാസ്ട്രി, ഫയർവുഡ് ഷോസ് എന്നീ ബാനറുകളിൽ ലിജോ ജോസ് പെല്ലശ്ശേരി അവതരിപ്പിച്ച ലിസിൻ സ്റ്റീഫനും ജസ്നി അഹമ്മദും ചേർന്നാണ് നിർമ്മാണം നിർവഹിക്കുന്നത്. കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. പ്രിയപ്പെട്ട വേടൻ എന്ന് പറഞ്ഞാണ് കുറിപ്പ് ആരംഭിക്കുന്നത്. അങ്ങേക്ക് സമൂഹ മാധ്യമങ്ങളിൽ അക്കൗണ്ട് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഇപ്പോൾ കേരളത്തിൽ തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മൂൺവാക്ക് എന്ന ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരിൽ ഒരാളാണ് ഞാൻ. 1980കളിലും 90കളിലും കേരളക്കരയാകെ പടർന്നു പിടിച്ച ബ്രേക്ക് ഡാൻസ് തരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ പറയുന്ന കഥയാണ് മൂൺവാക്ക്. ചിത്രത്തിന്റെ പ്രീമിയർ ഷോ മുതൽ ഞങ്ങളോട് സംവേദിച്ച കാണികൾ എടുത്തു പറഞ്ഞ കാര്യം ഇതിലെ പ്രധാന കഥാപാത്രമായ സുരയുടെ ജീവിതവും അങ്ങയുടെയും തമ്മിലുള്ള സാദൃശ്യമാണ്. ഈ ചിത്രത്തിന്റെ കഥാരൂപീകരണവും ചിത്രീകരണവും 2019 പൂർത്തിയായതാണെന്ന വസ്തുത ഞാൻ കുറിക്കുന്നു. പിന്നെ ഞങ്ങളുടെ സുരയും അങ്ങയുടെ ജീവിതവും തമ്മിലെ സാദൃശ്യം എങ്ങനെ എന്ന് ചോദിച്ചാൽ അത് അരികുവൽക്കരിക്കപ്പെട്ടവന്റെയും അവഗണിക്കപ്പെടുന്നവന്റെയും പോരിന്റെ കഥ എന്ന് തന്നെയാണ്. ഞങ്ങളുടെ ചിത്രം കണ്ട് ഇഷ്ടപ്പെട്ടവരിൽ ചിലർ എന്തുകൊണ്ട് അത് അങ്ങനെ കാണിക്കുന്നില്ല എന്ന സംശയം പ്രകടിപ്പിച്ചത് മുതൽക്കാണ് എന്നിലും അങ്ങനെയൊരു അത്യാഗ്രഹം ജനിച്ചത്. പറഞ്ഞത് സത്യമുള്ള ഒന്നാണെന്ന് ഉറച്ച ബോധ്യം ആ വഴിക്കൊരു ശ്രമം നടത്താൻ എന്നെ പ്രേരിപ്പിക്കുകയും ചെയ്തു. എന്നാൽ കഴിയാവുന്ന വിധമെല്ലാം അതിനായി ഞാൻ പരിശ്രമിച്ചു. പക്ഷേ കലയുടെ ലോകത്ത് തീർത്തും അപ്രസക്തരും ദുർബലരുമായ ഞങ്ങൾക്ക് അങ്ങേക്കരികിലേക്ക് എത്തിപ്പെടാൻ പോലും കഴിഞ്ഞില്ല. പലരിൽ നിന്നും ലഭിച്ച 1-2 നമ്പറുകളിലേക്ക് പലകുറി വിളിച്ചെങ്കിലും ഒന്നിനും മറുപടി ലഭിച്ചിട്ടില്ല. ഒടുവിലാണ് സമൂഹ മാധ്യമം എന്ന തുറന്ന ലോകത്ത് വന്ന് അലറി പറഞ്ഞു നോക്കാം എന്ന് ഞാൻ വ്യക്തിപരമായി തീരുമാനിച്ചത്. പ്രിയ വേടൻ, അങ്ങ് ഈ സിനിമ ഒന്ന് കാണാനും അത് അങ്ങേക്ക് ഇഷ്ടമാകുന്നു എങ്കിൽ മാത്രം ഒരു വാക്ക് പറയണമെന്നും ആഗ്രഹിക്കുന്നു. ഒരു കലാകാരനെ ഈ വിധം സമ്മർദ്ദത്തിലാക്കുന്നതിലെ അനൗചിത്യം ഇത് എഴുതുമ്പോഴും എന്നെ അലട്ടുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഈ എഴുത്തിന് പിന്നിലെ വികാരം താങ്കൾ മനസ്സിലാവും എന്ന വിശ്വാസം എന്നിൽ ദൃഢമായിട്ടുണ്ട്. സിനിമയാണ് മാധ്യമം. വിരലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമുള്ള തിയേറ്റർ ലൈഫിൽ രണ്ടാമതൊരു അവസരം ഈ സിനിമയ്ക്കില്ല എന്ന് ഏവർക്കും അറിയാമല്ലോ. നാളെ ഈ സിനിമ ചരിത്രമായ ശേഷം ഇങ്ങനെയൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് താങ്കൾക്കും തോന്നരുതെന്ന വിചാരവും ഈ എഴുത്തിന് പിന്നിലുണ്ട്. അതിനാൽ താങ്കൾ സാധിക്കുമെങ്കിൽ ഈ ചിത്രം ഒന്ന് കാണാൻ സന്മനസ് ഉണ്ടാകണം. ഇത് ഇല്ലായ്മകളെയും തള്ളിപ്പറയലുകളെയും പൊരുതി തോൽപ്പിച്ച ഞങ്ങളുടെ സുരയുടെ കഥയാണ്. കേരളമെമ്പാടും ഇതുപോലെ ആയിരക്കണക്കിന് സുരന്മാർ സമൂഹത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഉയർന്നു വന്ന് വേദികളിൽ ചുവടുവെച്ചിരുന്നു എന്ന് ഇന്ന് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങളിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതിനാൽ ഇത് കാണേണ്ടത് അങ്ങ് തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താരനിബിഡമല്ലാത്ത ഒരു പറ്റം പുത്തൻ കൂട്ടുകാരുടെ ഈ ഉദ്യമത്തിന് കേരളത്തിലെ യുവത്വത്തിലേക്കും മറ്റും എത്തിച്ചേരാനുള്ള പരിമിതി ഞങ്ങൾ നേരിടുകയാണ്. ആയതിനാൽ തന്നെ കണ്ടവർ ആവേശപൂർവ്വം പ്രശംസിക്കുന്ന ഞങ്ങളുടെ ഈ കൊച്ചു സിനിമ പിടിച്ചു നിൽക്കാൻ പ്രയാസപ്പെടുകയാണ്. ഞങ്ങൾക്ക് മുന്നിൽ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങയുടെ ഒരു നല്ല വാക്കിന് ഒരുപക്ഷെ ഒരുപാട് പേരിലേക്ക് ഇങ്ങനെയൊരു സിനിമയെക്കുറിച്ചുള്ള സന്ദേശം എത്തിക്കാൻ ഉപകരിക്കും. സാധിക്കുമെങ്കിൽ അതൊരു കൈസഹായമാകും. അവഗണിക്കപ്പെടുന്നതിലും വലിയ വേദന ജീവിതത്തിൽ മറ്റൊന്നില്ല എന്ന് താങ്കളോട് ഞാൻ പറയുന്നത് അനുചിതമാകും. ഈ ഒരു എഴുത്തിൽ യാതൊരുവിധ സമ്മർദ്ദവും ഉള്ളടങ്ങുന്നില്ല. അങ്ങിലേക്ക് ഈ സന്ദേശം എത്തണമെന്ന അതിമോഹം മാത്രമേ ഉള്ളൂ. ഈ എഴുത്ത് തികച്ചും വ്യക്തിപരമാണ്. സിനിമയുടെ നിർമ്മാതാക്കൾക്കോ മറ്റണിയറ പ്രവർത്തകർക്കോ ഇതിനെക്കുറിച്ച് അറിവില്ല. അതിനാൽ തന്നെ ഇതിൽ ഏതൊരാൾക്കും അവഗണിക്കുകയുമാകാം. ഞങ്ങളുടെ സുരേ കേരള ജനത മുഴുവൻ ഏറ്റെടുക്കുന്ന ഒരു ദിനം സ്വപ്നം കണ്ട അനേകരിൽ ഒരാൾ മാത്രമാണ് ഞാനെന്ന സുനിൽ എന്നൊരു വ്യക്തി തന്റെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. മൂൺവാക്കിൽ ഗംഭീര പ്രകടനം നൽകിയ സുരയുടെ ടീസർ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുകയാണ്. ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.